എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ യമ്മി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ബ്ലോക്ക്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബ്ലോക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചോപ്പിംഗ് ബോർഡിൽ നിന്ന് ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ നട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 3 ടൈപ്പ് നട്ട്സാണ് കേട്ടോ. വാൾനട്ട്സ്, കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ്. അപ്പോൾ അത് 3 ചോപ്പിംഗ് ബോർഡിലോട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ബേണറിൽ വെച്ചിട്ടുണ്ട്. നട്ട്സ് എല്ലാം അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 to 3 മിനിറ്റ്സ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു റോസ്റ്റഡ് സ്മെല്ല് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ബേണർ ഓഫ് ചെയ്യാം. റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ബ്രൗണിയിലേക്കുള്ള വെണ്ണ, ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡയറക്റ്റായിട്ട് ഹീറ്റ് ചെയ്യാതെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറൊരു പാത്രം വെക്കുക. അതിലോട്ട് ഈ ബട്ടർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് മെല്ലെ ചൂടായിട്ട് ഉരുകി വരുമ്പോൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ പകുതി പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് രണ്ടും കൂടി മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലൈറ്റായിട്ട് അത് ചൂടായി മെല്ലെ സ്ലോലി അത് ഉരുകി വരുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. ചോക്ലേറ്റ് നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലപോലെ ആറി തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ബ്രൗണി ഉണ്ടാക്കാൻ പോകുന്ന കണ്ടെയ്നർ ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ബ്രൗണിയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രൗണി തയ്യാറാവുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സൈഡിലൂടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. ബ്രൗണിയുടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, നമ്മൾ റിഫൈൻഡ് ഷുഗറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ, അതായത് പകുതി ബ്രൗൺ ഷുഗർ ചേർത്തോളൂ. ഇതിലോട്ട് 2 മുട്ട ചേർക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക, നല്ലപോലെ അടിച്ചെടുക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. കൂടെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മൈദ ചേർക്കാം. എന്നിട്ട് ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യാം. വളരെ വിഗറസ് ആയിട്ട് ബീറ്റ് ചെയ്യണ്ട കേട്ടോ, ജെൻറ്റിലായിട്ട് ഫോൾഡ് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ ഉരുക്കിയതിൻ്റെ ബാക്കി ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യുക. ചോക്ലേറ്റും ചേർത്തിട്ടുണ്ട്, മിക്സ് ചെയ്യുക. നട്ട്സ് എല്ലാം കൂടി നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 3 to 4 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ഓവൻ സേഫ് പാനിലോട്ട്, ബേക്കിംഗ് പാനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് മൈക്രോവേവ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ, മൈക്രോവേവിലോട്ട് മൂവ് ചെയ്യാം. ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മളിത് പുറത്തേക്ക് എടുക്കുന്നത്. കണ്ടില്ലേ, യമ്മി ആയിട്ട് വന്നിട്ടുണ്ട്. ഇറ്റ് ലുക്സ് റിയലി നൈസ്. ഒന്ന് ആറട്ടെ, ഒന്ന് തണുത്ത് വരുമ്പോൾ ഈ ബ്രൗണി സെറ്റിലായി കിട്ടും. അങ്ങനെ ചൂടൊക്കെ ഒരുവിധം ആറി നമ്മുടെ ബ്രൗണി സെറ്റിലായിട്ടുണ്ട്. ഇറ്റ് ലുക്സ് റിയലി യമ്മി. എല്ലാം ഫഡ്ജി ആയിട്ടുണ്ട്, കണ്ടില്ലേ? സോ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇറ്റ്സ് വെരി യമ്മി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഫ്യൂച്ചർ വീഡിയോസിനായിട്ട് ബെൽ ഐക്കോൺ കൂടെ പ്രസ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.